ഹലോ കൂട്ടുകാരെ, മലയാളി വീട്ടുവിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഇതിന്. നമ്മൾ ക്രിസ്മസ് ടൈമിലൊക്കെ നമ്മൾ സാധാരണ ഇത് കടയിൽ നിന്നാണ് മേടിക്കാറുള്ളത്. ഈ പ്രാവശ്യം നമുക്കൊന്ന് വീട്ടിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇതിന് വേണ്ടി ഇതൊരു 2-3 പ്രൊസീജിയറുണ്ട്. എന്നാൽ ഇത് നമ്മൾ സാധാരണ ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചിലർ ഒരു മാസം മുമ്പേ ഒക്കെ സോക്ക് ചെയ്ത് വെക്കാറുണ്ട്. ഇത് ഞാൻ അങ്ങനെ ഒരുപാട് ദിവസമൊന്നും സോക്ക് ചെയ്ത് വെക്കുന്നില്ല. ഞാൻ തലേ ദിവസമാണ് ഇതൊന്ന് കുതിരാൻ വെക്കുന്നത്. കുറഞ്ഞതൊരു 6 മണിക്കൂറെങ്കിലും നമ്മൾ ഇതൊന്ന് കുതിരാൻ വെച്ചാൽ നല്ലതാണ്. നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ടും ഒരു അരമണിക്കൂറോ അല്ലെ 1 മണിക്കൂറോ നമുക്ക് കുതിർത്തിട്ട് വേണമെങ്കിലും ചെയ്യാം. എന്നാൽ നമ്മൾ തലേന്ന് നമ്മൾ കുതിർത്ത് വെക്കുകയാണെങ്കിൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നന്നായിട്ട് കുതിർന്നിരിക്കും. ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ്, 1 പിടി അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, 1 പിടി ബദാം, കുറച്ച് ഗോൾഡൻ കളറിലെ മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് കറുത്ത മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 8 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അതിനകത്തേക്ക് ഒരു 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് ഞാനിതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് നമ്മളിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. തലേന്ന് നമ്മളിതിങ്ങനെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പിറ്റേന്നാവുമ്പോഴത്തേന് ഇത് നന്നായിട്ട് കുതിർന്ന് നല്ല മുന്തിരിങ്ങയൊക്കെ, നല്ല ഉണക്കമുന്തിരിങ്ങയൊക്കെ നന്നായിട്ടിങ്ങനെ വീർത്ത് വരും. നട്ട്സൊക്കെ നന്നായിട്ട് കുതിർന്ന് നല്ല സോഫ്റ്റായിട്ടിരിക്കും. അപ്പം ഞാനത് മാറ്റി വെക്കുകയാണ് അങ്ങോട്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ കേക്കിൻ്റെ നല്ല കളറ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്യണം. ഞാനൊരു പാത്രത്തിൽ 1/2 കപ്പ് ഷുഗർ ഇട്ടിട്ടുണ്ട്. നമ്മൾ ആദ്യം ഷുഗർ ഇടുന്ന സമയത്ത് ഇളക്കുകയൊന്നും വേണ്ട. അതൊന്ന് ചൂടാവുമ്പോൾ അത് തന്നെ അങ്ങ് അലിഞ്ഞു വന്നോളും. പിന്നെ അത് കളറാകാൻ തുടങ്ങുമ്പോൾ നമ്മളൊരു സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നല്ല കളറായി വന്നിട്ടുണ്ട്. ഇതിനേക്കാളും ഇനി നമ്മൾ ഡാർക്ക് ആവുകയാണെങ്കിൽ അത് കരിഞ്ഞു പോകും. ആ ഒരു നല്ല ഒരു ഡാർക്ക് ബ്രൗൺ കളറ് വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1/4 കപ്പ് ചൂടുവെള്ളം നമുക്ക് അതിലേക്ക് ഒഴിക്കാം. അങ്ങനെ നമ്മൾ 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അതൊന്ന് നമ്മൾ ആ വെള്ളം ഒഴിച്ച് ഒരു 2 മിനിറ്റ് ഒന്നുകൂടെ തിളച്ച ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ നല്ല കെയർ നമ്മൾ എടുക്കണം, അല്ലെങ്കിൽ പുറത്ത് വീഴാൻ സാധ്യതയുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടത് ഓറഞ്ചിൻ്റെ തൊലി ചുരണ്ടിയെടുത്തതാണ്. ഇതുപോലെ ഒരു ഗ്രേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി നമുക്ക് അതിൽ ചുരണ്ടിയെടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ചെറിയ കത്തി വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താലും മതി. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ആ ഓറഞ്ച് കളറിലെ പാർട്ട് മാത്രമേ എടുക്കാവൂ. അകത്തുള്ള വൈറ്റ് പാർട്ട് വീഴരുത്. വൈറ്റ് പാർട്ട് വന്നാൽ നമ്മുടെ കേക്ക് കയ്ക്കും, ആ സാധനം കയ്പുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഔട്ടർ തൊലി മാത്രം ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ ചെറിയൊരു കത്തി ഉപയോഗിച്ച് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് അതിനെ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി നമുക്ക് മുറിച്ചെടുക്കാം. അങ്ങനെ നമുക്ക് ഇത് 1 ടീസ്പൂൺ അളവിലാണ് നമുക്ക് ഇത് വേണ്ടത്. ഞാനിവിടെ കത്തി കൊണ്ടും കൂടെ ഒന്ന് എടുത്ത് കാണിക്കാം. കത്തി വെച്ച് എടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ചെടുക്കണം. ജസ്റ്റ് അതിൻ്റെ ഔട്ടറുള്ള ആ ഒരു തൊലി മാത്രമേ എടുക്കാവൂ, അകത്തേക്ക് പോകരുത്. അങ്ങനെ നമ്മൾ വളരെ കെയർ എടുത്ത് നമ്മൾ ഈ തൊലി ഞാനവിടെ ചുരണ്ടി വെച്ചിട്ടുണ്ട്. അത് 1 ടീസ്പൂൺ അളവിൽ നമുക്ക് ആവശ്യമുള്ളൂ. അത് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടത് ഒരു 3 ഗ്രാമ്പു, ഒരു 2 ഏലക്ക, ഒരു 2 ചെറിയ കഷ്ണം പട്ട, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇത് തന്നെ പൊടിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിൽ ഇത് ചെറിയ അളവിലായതുകൊണ്ട് നമുക്ക് പൊടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഇതിൻ്റെ പൊടികളുണ്ടെങ്കിൽ ആ പൊടികൾ ഒരു 1/4 ടീസ്പൂൺ വീതം ചേർത്താലും മതി. ഞാൻ ഇതെല്ലാം കൂടെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് ഞാനിതൊന്ന് പൊടിച്ചെടുക്കുകയാണ്. ഞാൻ ഏലക്കായുടെ തൊലിയും കളഞ്ഞു, ഏലക്ക പൊളിച്ചിട്ടിട്ട് ബാക്കി സാധനങ്ങളും കൂടി ഇട്ട് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. ഞാനൊരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അതിനുശേഷം നമുക്കിതിലേക്ക് 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു നുള്ള് ഉപ്പ് കൂടി ചേർക്കാം. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന മസാലകൾ, ഇപ്പം ഗ്രാമ്പൂ, ഏലക്ക, പട്ട, ഇത് 3 എണ്ണമാണ് നമ്മൾ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചെടുത്തത്. നിങ്ങളുടെ കയ്യിൽ ജാതിക്ക ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ കഷ്ണവും കൂടെ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഇട്ട് പൊടിക്കാം. ഞാനിപ്പോൾ ഏലക്കായും ഗ്രാമ്പൂവും പട്ടയുമാണ് ചേർത്തേക്കുന്നത്. അതുപോലെ തന്നെ ചുക്കുപൊടി, അങ്ങനെ ചെറിയ ചെറിയ മസാലകൾ ആ ടൈപ്പ് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം. ഞാൻ ഏലക്കായും ഗ്രാമ്പൂവും പട്ടയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതെല്ലാം കൂടെ ഞാനിവിടെ അരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, ഞാൻ 150 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്, 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിനുശേഷം 1/2 കപ്പ് പഞ്ചസാര. ഈ 1/2 കപ്പ് പഞ്ചസാര നമുക്ക് പൊടിച്ചെടുക്കണം. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ബാക്കി എടുത്തേക്കുന്നത്. ഇത് ഞാൻ ഇന്നലെ കുതിർത്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം കൂടെ ഞാൻ ആ ഓറഞ്ച് ജ്യൂസിൽ നിന്ന് ഒന്ന് എടുത്ത് അതൊന്ന് അതിൻ്റെ ആ ജ്യൂസ് ഒന്ന് വാലാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ആ ഡ്രൈ ഫ്രൂട്ട്സിലും നട്ട്സിലേക്ക് ഒരു 2 ടീസ്പൂൺ മൈദ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമ്മളിങ്ങനെ മൈദ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ നമ്മുടെ മാവിൻ്റെ അടിയിലേക്ക് പോകത്തില്ല. ഇത് ഇടയ്ക്കൊക്കെ തന്നെ നമുക്ക് കടിക്കാൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു 2 ടീസ്പൂൺ മൈദ ഇട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഇതിന് ശേഷം നമുക്ക് ഇനി ചെയ്യാനുള്ളത്, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ 150 ഗ്രാം ബട്ടർ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഉള്ളവർക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ബീറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. 150 ഗ്രാം എടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ലേശം കുറഞ്ഞാലും വലിയ കുഴപ്പമില്ല. ഈ ബട്ടർ ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ലെങ്കിലും നമുക്കിത് ചെയ്യാം. ഈ കേക്ക് നമുക്ക് ചെയ്യാം. ഞാൻ ബീറ്റർ ഉണ്ടായതുകൊണ്ട് ബീറ്റ് ചെയ്തതന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ നമുക്ക് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഇതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓരോ മുട്ട ചേർത്ത് നമ്മൾ ബീറ്റ് ചെയ്യാം. ഇത് നമ്മൾ 2 മുട്ടയും കൂടെ ഒന്നിച്ച് ചേർക്കരുത്. ഓരോ മുട്ട നമുക്ക് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഞാൻ 1 മുട്ട ഒഴിച്ചിട്ടുണ്ട്, എന്നിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുത്തു. 2ാമത്തെ മുട്ട പൊട്ടിച്ചൊഴിച്ചു, അതും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഈ 2ാമത്തെ മുട്ടയും ഒഴിച്ച് ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ച ആ ഷുഗർ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. നമ്മൾ ആദ്യമേ കാരമലൈസ് ചെയ്ത് വെച്ച ഷുഗർ, ഈ ഷുഗറിൻ്റെ ഈ കാരമലൈസ് ചെയ്ത ഷുഗറാണ് ഈ കേക്കിന് നല്ലൊരു കളർ കൊടുക്കുന്നത്. ഇതിപ്പം ഞാൻ ആ ഷുഗറും കൂടെ കാരമലൈസ് ചെയ്ത് ഷുഗറും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ആ മൈദ ചേർത്ത്, മൈദയും നമ്മൾ മറ്റ് മസാലയും പൊടിച്ചതും കൂടെ ചേർത്ത് വെച്ചിരിക്കുന്ന ആ പൊടി നമുക്ക് ഇതിനകത്തേക്ക് കുറേശ്ശെ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഒരു സൈഡിലേക്ക് ഇതുപോലെ ഫോൾഡിങ് ആയിട്ട് മാത്രമേ നമ്മൾ കേക്ക് മിക്സ് ചെയ്യുമ്പം ചെയ്യാവൂ. എന്നാലാണ് അതിനൊരു നല്ല കേക്കിന് നല്ലൊരു ടെക്സ്ചറൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ കുറേശ്ശെ ആ പൊടി ഇതിനകത്തേക്കിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ കുറച്ച് തിക്കായിട്ടിരിക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ച ആ ഓറഞ്ച് ജ്യൂസിൻ്റെ ബാക്കി നമ്മൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് നമുക്ക് ഒരുപാട് വെള്ളമായി പോവരുത്. നമ്മുടെ മാവ് ടൈറ്റാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതിന് ശേഷം ഞാൻ ഓറഞ്ച് തൊലി നമ്മൾ മുറിച്ച് വെച്ചിരുന്ന ആ ഓറഞ്ച് തൊലി ഞാനൊന്ന് വിതറിയിട്ടിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സും നട്ട്സും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിനകത്തേക്ക് ചേർത്ത് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഒരുപാട് ഫോൾഡ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ആ നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇട്ട് നമ്മുടെ ഈ ബാറ്റർ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക്
ബാക്കിയിരിക്കുന്ന കുറേശ്ശെ ഫ്രൂട്ട്സ് ഇട്ട് നമ്മൾ മിക്സ് ചെയ്താൽ മതി. എല്ലാം കൂടെ ഒന്നിച്ചിട്ടാൽ ചിലപ്പം കുറച്ച് ചില ഭാഗത്തൊക്കെ ഒന്നിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ നമുക്ക് ഈ ഫ്രൂട്ട്സ് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന കുതിർത്ത് വെച്ചിരുന്ന ഫ്രൂട്ട്സ് നട്ട്സും ഒക്കെ ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് വേഗത്തിൽ നമ്മൾ ഒരുപാട് ദിവസം സാധാരണ ഒരുപാട് ദിവസം കുതിർത്ത് വെച്ചിട്ടൊക്കെയാണ് ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ കുതിർത്ത് വെച്ചിട്ടാണ് പലരും ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ റമ്മ്, വിസ്കി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്, വൈനൊക്കെ. എന്നാൽ ഇതിനകത്ത് നമ്മൾ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ ഓറഞ്ച് ജ്യൂസാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേക്കിൻ്റെ. ഇനി നമുക്ക് അത് നമ്മുടെ കേക്ക് ടിന്നിനകത്ത് ഒഴിച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ബട്ടർ പേപ്പർ യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഓയിലൊന്ന് തടവിയിട്ട് കുറച്ച് മൈദ ഇട്ട് അതിനൊന്ന് ബേക്കിംഗ് ട്രേ ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ടിന്ന് വളരെ ചെറിയ ടിന്നാണ്. അതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ കുറച്ചും കൂടെ വലിയ കേക്ക് ടിന്നാണെങ്കിൽ നമുക്ക് ഒറ്റ പ്രാവശ്യത്തിനുള്ള ബാറ്ററാണിത്, ഒരു കേക്ക് ഉണ്ടാക്കാനുള്ള ബാറ്ററാണിത്. പക്ഷേ എൻ്റെ കേക്ക് ടിൻ ചെറുതായതുകൊണ്ട് ഞാനിത് 2 പ്രാവശ്യമായിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. ഞാൻ ഒരു പകുതി ഭാഗത്തോളം ഞാൻ ബാറ്റർ ഒഴിച്ചിട്ട് അതൊന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു തിക്നെസ് ആയിരിക്കണം നമ്മുടെ, ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ബാറ്റർ ഇരിക്കേണ്ടത്. അല്ലെങ്കിൽ ഒരുപാട് ലൂസായാൽ ഈ ഫ്രൂട്ട്സൊക്കെ അങ്ങ് താഴെ പോവും. നമ്മുടെ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ബാറ്റർ ഇരിക്കേണ്ടത്. അതേസമയം നമ്മൾ മറ്റ് കേക്കൊക്കെ, സ്പോഞ്ച് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ബാറ്റർ കുറച്ചും കൂടെ ലൂസായിരിക്കും. എന്നാൽ നമ്മൾ പ്ലം കേക്ക്, ഫ്രൂട്ട് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു തിക്നെസ്സിലായി കുറച്ച് തിക്കായിരിക്കണം നമ്മുടെ ബാറ്റർ. ഞാൻ ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിൽ ഈ നട്ട്സ് ഒന്ന് വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. ഞാൻ അണ്ടിപ്പരിപ്പ് ഒന്ന് നടുക്കൂടെ ഒന്ന് പിളർന്നത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുവാണ്. നമുക്ക് ഇത് ബേക്ക് ചെയ്ത് വരുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ. അതിന് വേണ്ടിയിട്ട് ഞാനിതിൻ്റെ മുകളിലേക്ക് ഇതെല്ലാം ഒന്ന് വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ കുക്കറിലാണ് ഞാൻ ഈ ബേക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കേക്കിനേക്കാളും കൂടുതൽ ടൈം നമുക്കെടുക്കും ഈ പ്ലം കേക്കിൻ്റെ ബേക്കിങ്ങിന്. ഞാനിവിടെ കുക്കറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ കുക്കറിനകത്ത് ഒരു പാത്രം ഞാൻ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ തിരികെ ഏതെങ്കിലും ഇത് നമ്മൾ ഡയറക്റ്റ് കുക്കറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ഈ ബേക്കിംഗ് ട്രേ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുത്തേക്കുന്നത്. ഇത് നല്ല സോഫ്റ്റ് കേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് എനിക്ക് ഏകദേശം 1 മണിക്കൂറാണ് ഇതിന് ബേക്ക് ചെയ്യാനായിട്ടുള്ള സമയം എനിക്കായിട്ടുള്ളത്. ഇപ്പം നമ്മുടെ കേക്ക് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നല്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല കളറൊക്കെ കിട്ടിയിട്ടുണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ. അതുപോലെ തന്നെ നമ്മൾ മുറിച്ചാൽ നമ്മൾ ആ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇതിൻ്റെ നല്ല മിക്സായിട്ട് എല്ലാ ഭാഗത്തും വന്നിട്ടുണ്ട്. ബട്ടർ ചേർത്തത് കൊണ്ട് നല്ല നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ഈ പ്രാവശ്യം നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാം. കാരണം നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതിനകത്ത് അവർ ചിലപ്പോൾ മിക്കവരും റം ചേർക്കാറുണ്ട്, അതുപോലെ തന്നെ പല എസൻസുകൾ ചേർക്കാറുണ്ട്, കേക്ക് ജീരകം, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ, പല പല സാധനങ്ങൾ അവർ ഇതിനകത്ത് ചേർക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. നമ്മൾ വേറെ എസൻസ്, ഞാൻ വാനില എസൻസ് പോലും ഇതിനകത്ത് ചേർത്തിട്ടില്ല. വേണമെങ്കിൽ 1 ടീസ്പൂൺ വാനില എസൻസ് നമുക്ക് ചേർക്കാം. പക്ഷേ ഞാൻ ഈ കേക്കിൽ ഞാനത് ചേർത്തിട്ടില്ല. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, വളരെ ടേസ്റ്റിയാണ്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ ഡയബറ്റിക്കുകാർക്കും വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഷുഗർ ചേർക്കാത്ത ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.